എല്ലാവർക്കും നമസ്കാരം. പാസ്റ്റർ ജോയൽ മാത്യു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രസംഗകനാണ്. 9ാമത്തെ വയസ്സ് മുതൽ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ ഭാഗവാക്കാകുകയും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ജോയൽ മാത്യുവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ഒരു ട്രോളായി മാറിയിരിക്കുകയാണ്. ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് അറിയുന്നത് സ്വതന്ത്രം പറഞ്ഞാട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ അന്നാണ് ഞാൻ ഓയിൽ അനോയിന്റിങ് എന്താണെന്ന് അറിയുന്നത്. സ്വതന്ത്രം പറഞ്ഞാട്ടെ ഓയിൽ അനോയിന്റിങ് ഞാൻ എന്താണെന്ന് അറിയുന്നത്. ഒരു പാരച്യൂട്ടിന്റെ 10ന്റെ ബോട്ടിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ മനുഷ്യൻ എൻ്റെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അന്ന് മുമ്പിലിരുന്ന ഞാൻ ആ എണ്ണ ഒഴിച്ചതിൽ പിന്നെ ഞാൻ പുറകോട്ട് പോയി. എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ നാവിൽ പുതിയൊരു ഭാഷയുണ്ട്. ഭാഷകൾ ഓരോന്നായി നാവിനകത്ത് മാറി മാറി വരാൻ തുടങ്ങി. ഫാറമാലി, അമ്മന്താരി, അമ്മച്ചോഗോ, ഒലാച്ചക്കർ, അച്ചർ അറാസിമ, ലേ റീബ, വാതുറക്ക് എല്ലാവരും, റഹീലാബ്, മക്കർ മലാദി, അശസ് കറാലി, ഭാഷ മാറട്ടെ, ലഹാർഗി, പ്രവറ്റക്കി, പ്രാതക്കൽ വർവാസിമ, ഹുന്തരെ ഉഞ്ചാബ. ഇത് പാസ്റ്റർ ജോയൽ മാത്യുവിൻ്റെ ഒരു പ്രസംഗവും അതോടൊപ്പം തന്നെ ഒരു പാസ്റ്റർ അന്യഭാഷ പറയുന്നതുമാണ്. ഇത് ഒരു യൂട്യൂബർ താൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണത്. അപ്പം ഞാനത് ജസ്റ്റ് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജോയൽ മാത്യുവിനെ എനിക്കറിയാം. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ്, പെരുമ്പാവൂരിൽ കോട്ടപ്പടിക്കടുത്ത് ഉപ്പുകണ്ടം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ഈ ജോയൽ മാത്യുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ജോയൽ മാത്യുവിൻ്റെ പിതാവുണ്ട്, ജോയലുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം, ഈ ജോയലിൻ്റെ അനുഭവ സാക്ഷ്യം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. അപ്പോൾ തന്നെ ജോയലിൻ്റെ പിതാവിൻ്റെ ഒരു അനുഭവ സാക്ഷ്യവും കേട്ടു. ഞാനതൊരു വീഡിയോ ആക്കി അത് ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ ഏകദേശം 86,000 പേര് ആ വീഡിയോ കണ്ടു. അപ്പോൾ ഈ ജോയൽ 9ാമത്തെ വയസ്സ് മുതൽ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ വ്യാപൃതനാണ് എന്നും ഇപ്പോഴും താൻ ഒരു ശക്തനായ ഒരു സുവിശേഷകനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ഈ കഴിഞ്ഞ വർഷം നാട്ടിൽ ചെന്നപ്പോൾ കോട്ടയത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ യാദൃശ്യ തിരുവനന്തപുരത്തു നിന്ന് വന്ന ഒരു ബസ്സിൽ ഞാൻ കയറി. ഈ ജോയലിൻ്റെ പിതാവും ആ ബസ്സിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ എവിടെ പോയതാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് പോയതാണ്, ഒരു മീറ്റിംഗ് ഉണ്ട്, മകൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് പോസ്റ്റർ അടിക്കാൻ പോയതാണെന്ന് പറഞ്ഞു, പ്രസ്സിൽ പോയതാണ്. ഇദ്ദേഹം ഈ പോസ്റ്ററൊക്കെ ആയിട്ട് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഈ പോസ്റ്റർ ഇനി കൊണ്ടുപോയി രാത്രിയിൽ ഇത് ഈ മീറ്റിംഗ് നടക്കുന്ന പരിസരങ്ങളിലെല്ലാം ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത്? അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ഒട്ടിക്കുന്നത്. അതിനുശേഷം ഈ ഓഡിറ്റോറിയം, അതിൻ്റെ വാടക, മൈക്ക് സെറ്റ്, ഇതെല്ലാം ആവശ്യമാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ ജോയൽ ഇപ്പോൾ ശക്തമായി സുവിശേഷ വേല ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. പക്ഷേ ചില ആളുകൾ വളരെ ബോധപൂർവമായി
ഇതിൻ്റെ താഴെ വളരെ മോശമായ കമൻറ്റുകൾ എഴുതുന്നു. അപ്പോൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത, അല്ലെങ്കിൽ എൻ്റെ മോന് കൊടുത്ത ഒരു ടാലൻറ്റ്, അവൻ പഠനത്തോടൊപ്പം സുവിശേഷ വേല ചെയ്യുന്നു. ഈ സുവിശേഷ വേല ഓരോ സ്ഥലങ്ങളിൽ മീറ്റിംഗ് സംഘടിപ്പിക്കാനോ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാനൊന്നും ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി വലിയ ശേഷിയൊന്നുമില്ല. ഞങ്ങൾ പലപ്പോഴും പണിയെടുത്തും ജോലി ചെയ്തും കൂലിപ്പണിക്ക് പോയൊക്കെയാണ് ഈ പല കാര്യങ്ങളും ചെയ്യുന്നത്. മൈക്ക് സെറ്റ് എടുക്കാനോ അതിൻ്റെ വാടക കൊടുക്കാനോ ഇവിടുന്ന് വണ്ടി വിളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്രയും ഒരു ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിലും എൻ്റെ മകന് ഈ സുവിശേഷ വേലയോടുള്ള വലിയൊരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം, ആ താല്പര്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, പല ആളുകളും മോശമായി കമൻ്റ് എഴുതുന്നു എന്ന് മാത്രമല്ല, നമുക്ക് പല വേദികളും നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ സുവിശേഷ പ്രവർത്തന മേഖലകളിൽ ഈ കൺവെൻഷൻ പ്രസംഗരുടെ ഇടയിൽ തന്നെ വലിയൊരു മത്സരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അവസരങ്ങൾ തന്നെ നിഷേധിക്കപ്പെടുന്നു. എങ്കിലും ഞങ്ങൾ വളരെ ശക്തമായി സുവിശേഷ വേല ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ഈ കുടുംബത്തെ അറിയാം. ഒരു ദിവസത്തെ പരിചയമുള്ളെങ്കിൽ പോലും അവരുടെ അനുഭവസാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മനസ്സിലായി. ഇദ്ദേഹം വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളൊന്നുമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. സ്വന്തമായി പോസ്റ്റർ അടിച്ചുകൊണ്ട് വന്ന് അത് ഈ ടൗണുകളിലൊക്കെ അവർ തന്നെ ഒട്ടിച്ച് അവർ തന്നെ മീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് അവർ പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശ് മുടക്കി, ചിലർ സ്തോത്ര കാഴ്ച ചിലപ്പോൾ കിട്ടി. ഇങ്ങനെയാണ് ഇവർ ഈ ഓരോ മീറ്റിങ്ങുകൾ നടത്തുന്നത്. പക്ഷേ വേറെ യാതൊരു വിധമായ ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ല. എനിക്കത് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറയണ്ട എന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ വളർന്നു വരുന്നൊരു ചെറുപ്പക്കാരൻ, ഏതാണ്ട് 20 വയസ്സിൽ താഴെ ഉള്ളൂ, പ്രായം വളരെ കുറവാണ്. അപ്പം ഈ ഒരു ചെറുപ്പക്കാരനെ വളരെ ബോധപൂർവം ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് വന്നത്. അതായത് ഈ ജോയൽ പറയുന്നത് ഈ ഓയിൽ അനോയിൻമെൻറ്റ്, അതായത് ഈ തൈലാഭിഷേകം, അതായത് ഒരു പാരച്യൂട്ടിൻ്റെ ഒരു വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ എടുത്ത് ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഒഴിച്ചപ്പോൾ താൻ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി, പുതുഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കാം. ആ അനുഭവത്തെ ഒരിക്കൽ പോലും ഖണ്ഡിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം ഓരോ വ്യക്തികളുടെയും അനുഭവമാണ്. ഒരുപക്ഷെ ഒരു പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുഭാഷ അല്ലെങ്കിൽ അന്യഭാഷ പറയാൻ പറ്റിയായിരിക്കാം. പക്ഷേ നമ്മൾ ഏതൊരു കാര്യങ്ങൾ പറയുമ്പോഴും അതിന് ബൈബിളിൽ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമുണ്ടോ എന്നാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. നമ്മൾ പുതിയ നിയമസഭയുടെ വിശ്വാസികളാണ്, പുതിയ നിയമത്തിൻ്റെ സഭയുടെ അംഗങ്ങളാണ്. ഈ പുതിയ നിയമസഭയിൽ ഇവിടെ ഒരു തൈലാഭിഷേകവും ഒന്നുമില്ല. ബൈബിളിൽ ഈ പുതിയ നിയമത്തിൽ ഈ ഓയിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എണ്ണയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രോഗിയായി കിടക്കുന്നവർ നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ അവന് സൗഖ്യം വരും, അല്ലെങ്കിൽ ദൈവം അവന് സൗഖ്യം കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ഈ ശമരിയാക്കാരൻ്റെ ഉപമയൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പുതിയ നിയമത്തിൽ ഇപ്പോൾ ജോയൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ജോയലിൻ്റെ അനുഭവമാണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ടത്, പാസ്റ്റർ ജോയൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹം
ഇതിൽ ഒരുപാട് ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്. പ്രധാനമായിട്ടും ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വന്നാൽ ഇത് വളരെയധികം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എണ്ണ പ്രാർത്ഥിച്ച് കൊടുത്തു വിടുക, വെള്ളം പ്രാർത്ഥിച്ച് കൊടുത്തു വിടുക. അപ്പോൾ വെള്ളം പ്രാർത്ഥിച്ച് ഒഴിക്കുന്നത് തെറ്റോ ശരിയോ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതൊരു വലിയ ബിസിനസ്സായി ഇവിടെ മാറിയിട്ടുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും സ്വയം പ്രഖ്യാപിത ബിഷപ്പ്മാർ ഒരുപാട് പേരുണ്ട്. സ്വയം പ്രഖ്യാപിത ബിഷപ്പ്മാർ ഒരുപാടുണ്ട്. അവർ ഈ ഓയിൽ കച്ചവടം, അതുപോലെ വെള്ളക്കച്ചവടമൊക്കെയാണ് അവരുടെ പരിപാടി. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു സുവിശേഷകനാണ് ബ്രദർ ഡാമിയൻ. ഈ ഡാമിയൻ ഒരു വലിയ തട്ടിപ്പിൻ്റെ ഒരു ഉസ്താദാണ് ഇദ്ദേഹം. കാരണം അതായത് ഈ ഒരു തോർത്ത് മേടിച്ചു വെച്ചു, ആ തോർത്ത് പ്രാർത്ഥിച്ച് അത് പൈസയ്ക്ക് വിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പണി. അപ്പോൾ ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു തന്ത്രമാണ് ഇവരൊക്കെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രവചനങ്ങൾ പറയുന്ന ആളുകളുണ്ട്, പേരുകൾ പറയുന്ന ആളുകളുണ്ട്, പേരിൻ്റെ ആദ്യ അക്ഷരം പറയുന്നവരുണ്ട്, മാസത്തിൻ്റെ അക്ഷരം പറയുന്നവരുണ്ട്, ഇങ്ങനെ നിങ്ങളുടെ വീട് ഇന്ന സ്ഥലത്താണ്, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നവരുണ്ട്. ഇതൊന്നും വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടിസ്ഥാനപരമായി ഒരു വാക്യവും കാണിക്കാൻ സാധിക്കില്ല. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഈ ചെറുപ്പക്കാർ ഈ തട്ടിപ്പ് വീരന്മാരുടെ വീഡിയോകൾ കണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ല പ്രായമായി 40, 50, 60 വയസ്സൊക്കെ ആയി, ഇവർ ഈ 20ാമത്തെ വയസ്സ് മുതൽ ഇവർ ഈ തട്ടിപ്പ് ആരംഭിച്ചതാണ്. അവർക്കൊക്കെ ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്. അവരെയൊക്കെ കൊണ്ടു നടക്കാനും തോളത്ത് കയറ്റിക്കൊണ്ട് നടക്കാനും ഒരുപാട് ആളുകളുമുണ്ട്. കാരണം ഈ പറയുന്ന ഈ പ്രസംഗർക്ക്, ഇപ്പം ടിജോ തോമസ്, ഇദ്ദേഹത്തിന് ഇരിക്കാൻ നേരമില്ല. 24 മണിക്കൂറും അദ്ദേഹം യാത്രയിലാണ്. അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നു. അതുപോലെ മറ്റെത്രയോ ആളുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ആത്മീയതയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അപ്പം എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ ചെങ്ങന്നൂർ ഒരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തെ ചില ആളുകൾ രാവുണ്ണി എന്നാണ് സംബോധന, രാവുണ്ണി. അതുപോലെ ബിനു വാഴമുട്ടമുണ്ട് പ്രവാചകൻ, ടിജോ തോമസ് ഉണ്ട് പ്രവാചകൻ. ഇങ്ങനെ എത്രയോ പ്രവാചകന്മാരുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് പ്രവചിച്ച ആളാണ് ടിജോ തോമസ്. പക്ഷേ ഈ തവണ ഇവിടെ വെള്ളപ്പൊക്കം 2026 വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും റാന്നി പട്ടണം വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നും, ആ സമയത്ത് മുഖ്യമന്ത്രി പോയി പൊന്നാനിയിൽ പോയി ബിരിയാണി കഴിക്കാൻ പോകും എന്നൊന്നും ആരും ഇവിടെ പ്രവചിച്ചില്ല. എത്ര നാശനഷ്ടങ്ങളുണ്ടാകുമെന്നും എവിടെയൊക്കെ വെള്ളം കയറും എന്ന് ആരും പ്രവചിച്ചില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഈ കള്ളപ്രവചനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇവരെ നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് ആദ്യം അതിനാണ് വിവേകബുദ്ധി എന്ന് വേണ്ടത്. പരിജ്ഞാനം, നല്ലതിനെയും തീയതിനെയും, അതായത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു വിവേകബുദ്ധി, ഒരു വിവേചനപരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രവചനങ്ങളൊക്കെ പറയുമ്പോൾ ഈ 10 രൂപയുടെ ഒരു പാരച്യൂട്ട് വെളിച്ചെണ്ണയ്ക്കകത്താണോ ആത്മാഭിഷേകം ഇരിക്കുന്നത്? നിങ്ങളിത് ചിന്തിക്കുക. ഞാൻ ഒരു ഉപദേശം പോലെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടും അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് അറിയാവുന്നത് കൊണ്ടും വളരെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായി കൂലിപ്പണി ചെയ്തുകൊണ്ടാണ് സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികളാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ 10 രൂപയുടെ ഒരു വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ പാരച്യൂട്ട് വെളിച്ചെണ്ണയ്ക്കകത്തിരിക്കുന്നതാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ? അല്ല, ഒരിക്കലുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തെറ്റായ പഠിപ്പിക്കലും തെറ്റായ ചിന്തകളും ഇത് മറ്റു പല സുവിശേഷകന്മാരിൽ നിന്ന് ലഭിച്ചതാണ്. ഒരുപക്ഷെ അവരുടെ ഒപ്പം എത്താനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ആളുകളെ പോലെ എനിക്കും സമൂഹത്തിൽ ഒരു വലിയ പ്രസംഗകനാകണം, ലോകരാജ്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കണം. ഇങ്ങനെ ഓരോ വ്യക്തികളും സുവിശേഷ വേല ചെയ്യുന്നവന് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വഴിതെറ്റിപ്പോയാൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടു പോയി.
അപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ദിവസം 3 പ്രാവശ്യം, അതായത് ഏതാണ്ട് 3 മണിക്കൂറിൽ കൂടുതൽ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരാൽ ഈ ചാനലിലൂടെ അവർ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷ വേല നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. യൂട്യൂബുണ്ട്, ഫേസ്ബുക്കുണ്ട്, ഇൻസ്റ്റഗ്രാമുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ദൈവവചനം പങ്കുവെക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, തിടുക്കപ്പെട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ കാണിക്കുന്ന ഈ തട്ടിപ്പുകൾ കണ്ടുപഠിച്ച് ഞാനും അതുപോലെ പെട്ടെന്ന് ഒരു വലിയ ആളായി തീരാം എന്നുള്ള ഒരു പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു നിയമം അല്ലെങ്കിൽ ഏതൊരു ഉപദേശം പറഞ്ഞാലും അതിന് ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ എന്ന് നോക്കണം. 10 രൂപയുടെ ഒരു പാരച്യൂട്ട് വെളിച്ചെണ്ണ എടുത്ത് തലയിൽ കോരി ഒഴിച്ചാൽ അതിലൂടെ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കും എന്ന് ഒരു അടിസ്ഥാനം നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് കാണാം. പഴയ നിയമകാലത്ത് തൈലാഭിഷേകം ഉണ്ടായിരുന്നു. ആ തൈലവും ഈ വെളിച്ചെണ്ണയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പാസ്റ്റർ ജോയലിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, 10 രൂപയുടെ ഒരു പാരച്യൂട്ട് വെളിച്ചെണ്ണയ്ക്കകത്തിരിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. ഈ വെളിച്ചെണ്ണ തലയിൽ കോരി ഒഴിച്ചാൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുന്നില്ല. ഇതാദ്യം മനസ്സിലാക്കണം. ഇതാര് പഠിപ്പിച്ചു, എവിടുന്ന് പഠിച്ചു, എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടും. ഇന്ന് നമ്മുടെ ആത്മീയത്തിൽ പ്രസംഗ മേഖലകളിലൊക്കെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും സാത്താൻ താൻ വെളിച്ചദൂതൻ്റെ വേഷം കെട്ടും എന്ന് പറയുന്ന പോലെ വെറും പിശാചികൾ മാത്രമാണ്. അവർക്ക് അടിസ്ഥാനപരമായി ദൈവമായിട്ടോ ദൈവവചനമായിട്ടോ ബന്ധമുള്ളവരല്ല. അവരവരുടെ ഉപജീവന മാർഗമാണ് നടത്തുന്നത്. അവർ അമേരിക്കയ്ക്ക് പോകുന്നു, കാനഡയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കാശുണ്ടാക്കുന്നു, ജീവിക്കുന്നു, വീട് പണിയുന്നു, കാറ് മേടിക്കുന്നു, മക്കളെ കെട്ടിച്ചു വിടുന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു, ശാപ്പാട് കഴിക്കുന്നു, കറങ്ങി നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സുവിശേഷ വേല ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരു സഹോദരിനെ എനിക്ക് പരിചയമുണ്ട്. അവരൊരു പ്രവാചികയാണ്. പക്ഷേ ഈ സഹോദരി ചെയ്യുന്ന ഒരു പരിപാടി, ഓരോ വീടുകളിലും ചെന്ന് ആ വീട്ടിൽ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മറ്റ് രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് പറയും, നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട്. ഈ കൈവശമുണ്ട് എന്ന് ഈ സ്ത്രീ പറഞ്ഞിട്ട് അവർ 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ ഇവർ പ്രാർത്ഥിച്ചു കൊടുക്കും. 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ കുടിച്ചാൽ ആർക്കും വയറിളകും. അവർ പറയും, നിങ്ങൾ ഈ വെളിച്ചെണ്ണ കുടിച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങളുടെ വയറിളകുന്നുണ്ടോ എന്ന് നോക്കണം. വയറിളകി പോയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള കൈവശം വയറ്റിൽ കൂടെ ഇളകിപ്പോയി. അപ്പോൾ 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ കുടിപ്പിച്ചാൽ വയറിളകുമോ ഇളകാതിരിക്കുമോ പറ. അപ്പോൾ അത് അവരൊരു സ്ഥിരം പരിപാടിയാക്കി മാറ്റി. അതിലൂടെ അവർ നല്ലൊരു സ്വത്തും സമ്പാദിച്ചു. അവർ ചെല്ലുന്ന സ്ഥലത്ത് ഇത് തന്നെയാണ് അവരുടെ പരിപാടി. പക്ഷെ വാസ്തവത്തിൽ ഈ ജനത്തെ വഞ്ചിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതേ ഒരു ചെറുപ്പക്കാരനാണ്, വളർന്നു വരുന്നതാണ്, 20 വയസ്സിൽ കൂടുതൽ പ്രായമില്ല. ലോകത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ പോകേണ്ടതാണ്, പ്രസംഗിക്കേണ്ടതാണ്, ലോക രാജ്യങ്ങളിൽ പോകേണ്ടതാണ്, സുവിശേഷ വേലയിൽ മുന്നേറേണ്ടതാണ്. ആദ്യം ഇരുന്ന് യഥാർത്ഥത്തിൽ ഈ പല ആളുകളും ഇങ്ങനെയുള്ള ഈ ചങ്ങല എടുത്തുകൊണ്ട് വരുന്നു. ഒരു പാസ്റ്ററാണെങ്കിൽ പാമ്പിനെ പിടിച്ച് തോളത്തിട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ സർപ്പത്തെ ചവിട്ടി, ഒരു സർപ്പത്തെ കൊണ്ടുവന്ന് സ്റ്റേജ് കയറ്റി തീർത്തിട്ട് അതിൻ്റെ തലയെ ചവിട്ടുന്നു. വലിയ താക്കോല് കൊണ്ടുവരുന്നു, ചങ്ങല കൊണ്ടുവരുന്നു. ഒരാൾ വന്നിട്ട് പറയുന്നു, എൻ്റെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം കയറി 10 പേരെ എന്നെ പിടിച്ചു നിർത്താൻ പറയുന്നു. അവർ പിടിച്ചു നിർത്തുന്നു, അലറുന്നു, കൂവുന്നു, കാറുന്നു, തെറിക്കുന്നു, വീഴുന്നു. ഇതൊന്നും ഈ ആത്മീകവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പഠിച്ചാൽ, ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് മറ്റു പല ആളുകളും ഇത് തന്നെ അനുവർത്തിക്കും. അപ്പോൾ ഇത് പണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പലരെ അറിയാം, പലരുടെയും പേരുകൾ എടുത്ത് പറയാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്
10 രൂപയുടെ ഒരു പാരച്യൂട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാകുന്നതല്ല പരിശുദ്ധാത്മാഭിഷേകം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയും ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയും നിന്നാൽ, സുവിശേഷ വേല ചെയ്യണം എന്നൊരാഗ്രഹം, അമിതമായ ആഗ്രഹം മനസ്സിലുണ്ടായാൽ തീർച്ചയായിട്ടും അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഇഷ്ടംപോലെ അവസരങ്ങൾ വരും, ഇഷ്ടംപോലെ സ്റ്റേജുകൾ വരും. എത്രയോ സ്ഥലങ്ങളിൽ, ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഞാനതിൻ്റെ ഒരു അനുഭവമാണ്, എൻ്റെ ഒരു അനുഭവം കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. എത്ര സ്ഥലങ്ങളിൽ നമുക്ക് പോയി പ്രസംഗിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ എത്രയോ സ്റ്റേറ്റുകളിൽ, എത്രയോ ചർച്ചുകളിൽ നമുക്ക് പോവുകയും ശുശ്രൂഷിക്കുകയും പ്രസംഗിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അവസരങ്ങൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു ചെറിയ അവസരങ്ങൾക്ക് വേണ്ടി, ഒരു സാഹചര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്റ്റേജിന് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതുകൊണ്ട് ലഭിക്കുന്നത് നമ്മുടെ വഴി നമ്മൾ തന്നെ അടച്ചു കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ദുരുപദേശം പഠിപ്പിക്കുകയും ഇങ്ങനെ പ്രസംഗിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്യുന്നവരുമായി ബന്ധപ്പെടാതിരിക്കുക. നമുക്ക് ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും അത് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ വിശ്വസ്തയോടുകൂടി നിന്നാൽ ഇതെല്ലാം സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, ഇദ്ദേഹത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ട് അപമാനിക്കുക, കളിയാക്കുക, കമൻറ്റുകൾ എഴുതി ബുദ്ധിമുട്ടിക്കുക, ഇദ്ദേഹത്തിനെതിരെ വീഡിയോകൾ ചെയ്യുക, നീ പണി നിർത്തി വീട്ടിൽ പോടാ എന്ന് പറയുക, അല്ലെങ്കിൽ നീ ഈ പരിപാടി നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാനസികമായിട്ട് ഉപദ്രവിക്കുന്നവരുണ്ട്. അങ്ങനെ ഉപദ്രവിക്കുകയല്ല. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുകയും അവരെ സമൂഹത്തിൽ നിലനിർത്തുകയും അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടായാൽ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തെങ്കിൽ മാത്രം. ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്, കാരണം താപ്പാനകൾക്കെതിരെ മാത്രമാണ് ഞാൻ ചെയ്യാറ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പല ആളുകൾക്കെതിരെ ചെയ്തെന്ന് പറഞ്ഞാലും അവരൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്ന താപ്പാനകൾ അവരൊരിക്കലും നന്നാകുകയില്ലാത്തവരാണ്. അവരെ നന്നാക്കാൻ സാധിക്കില്ല. കർത്താവിനൊഴികെ ബാക്കി ആർക്കും പറ്റിയില്ല. അവർ നന്നാകാൻ ആഗ്രഹമുള്ളവരല്ല. അവർ പാപം ചെയ്ത് തഴക്കവും പഴക്കവും ഉള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള താപ്പാനകൾക്കെതിരെയാണ് ഞാൻ ശക്തമായി പ്രതികരിക്കുന്നത്, അല്ലാതെ ഇതുപോലെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെയല്ല. അതുകൊണ്ട് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഏത് ഉപദേശം സ്ഥാപിച്ചാലും അതിൽ ബൈബിളിൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ടോ, അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മളൊരു ഉപദേശം സ്ഥാപിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.